ഈ എണ്ണയ്ക്ക് ഈ ഡീസലിനും പെട്രോളിനും വില കൂടുമ്പോൾ സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയിട്ട് ആരും കാണുന്നില്ലല്ലോ. പാവങ്ങളെ കാര്യമില്ലേ, അതുകൊണ്ട് ആരും കാണത്തില്ല. അപ്പോഴൊക്കെ ചുട്ടാ കൊടുത്തത്. ഒരു രീതിയിലും ആഹാരം വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വില എങ്ങനെയെങ്കിലും വില വർധനവ് മാറ്റി റെഡിയാക്കി എടുക്കണം. ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും രൂപ കൂടിയിട്ട് ഒരു വീട്ടമ്മ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? നല്ല ആഹാരം കഴിക്കേണ്ടതായിരിക്കും, പൊരിച്ചതും വറുത്തതൊന്നും കഴിക്കേണ്ടതായിരിക്കും. അപ്പം ഈ പപ്പടമൊക്കെ ഇനി ചുട്ട് കഴിക്കാമെന്നാണോ? അല്ല, പുഴുങ്ങി കഴിക്കാനായിരിക്കും. കേരം തിങ്ങും കേരള നാട്ടിൽ തേങ്ങകൾ കാണാനില്ല. ഇന്ന് കേരളത്തിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഏതാണ്ട് 440 രൂപ കൊടുത്ത് വാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ള മലയാളികൾക്ക്. ഈ തേങ്ങകൾ ആരാണ് മേടിച്ച് കൂട്ടുന്നത്? ഈ 440 രൂപ കൊടുത്ത് വെളിച്ചെണ്ണ മേടിച്ച് ഈ നമ്മുടെ നാട്ടിലെ ഈ ചെറിയ കടക്കാരെല്ലാം ഉഴുന്നുവടയും പരിപ്പുവടയും എല്ലാം കൊടുക്കുമ്പോൾ വില കുറഞ്ഞിരുന്ന സമയത്ത് എത്ര രൂപയാണോ കൊടുത്തത് അതേ വില തന്നെയാണ് ഇപ്പോഴും അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വെളിച്ചെണ്ണയിൽ തന്നെയാണോ ഇവർ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് സർക്കാരിൻ്റെയും ആരോഗ്യ വിഭാഗങ്ങളും അന്വേഷിക്കേണ്ടതാണ്. ഈ 440 രൂപ കൊടുത്ത് വാങ്ങിയ എണ്ണ കൊണ്ട് ഒരു വീട്ടിലിപ്പോൾ പപ്പടവും മീനുമൊക്കെ ചുട്ട് കഴിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നമ്പർ 1 കേരളത്തിൽ. ഈ ആദിവാസികൾ അല്ലെങ്കിൽ ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. എന്താണ് ഈ 440 രൂപ ഇത്രയും വില? ഇനി ഓണം അടുപ്പിച്ച് ഇത് 500-ന് മുകളിൽ പോകുമെന്നാണ് പലരും പ്രവചിച്ചിരിക്കുന്നത്. എല്ലാത്തിനും സാധനം വില തന്നെ. അല്ല, ഈ എണ്ണയ്ക്ക് ഈ ഡീസലിനും പെട്രോളിനും വില കൂടുമ്പോൾ സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയിട്ട് ആരും കാണുന്നില്ലല്ലോ. പാവങ്ങളെ കാര്യമില്ലേ, അതുകൊണ്ട് ആരും കാണത്തില്ല. അപ്പോഴൊക്കെ ചുട്ടാ കൊടുത്തത്. ഒരു രീതിയിലും ആഹാരം വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വില എങ്ങനെയെങ്കിലും വില വർധനവ് മാറ്റി റെഡിയാക്കി എടുക്കണം. അല്ല, ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ വില കയറുമ്പോൾ സമരം ചെയ്യുന്ന പാർട്ടിക്കാരൊന്നും ഇപ്പോൾ കാണുന്നില്ല. അവർ വെളിച്ചെണ്ണയ്ക്ക് അത് വെളിച്ചെണ്ണ എണ്ണയായിട്ട് അവർ കാണുന്നില്ലേ? അതല്ലേ, വെളിച്ചെണ്ണ എണ്ണയായിട്ട് അവർ പിന്നെ സമരം ചെയ്യാൻ പോകുന്നവർ സ്ത്രീകൾക്കല്ലേ ഇത് കൂടുതലും പ്രശ്നമുള്ളത്. അതുകൊണ്ട് അത് പ്രശ്നമല്ല. അതായത് സമരം ചെയ്യാൻ പോകുന്നവരല്ലേ ആണുങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും സ്ത്രീകൾ ഒപ്പിച്ച് റെഡിയാക്കി കൊടുക്കും. അതുകൊണ്ട് സമരം ഇല്ലാത്തത്. അല്ലെ, നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളിനി കാട്ടിലോട്ട് പോകേണ്ടി വരുമോ? നമ്പർ 1 പോയിട്ട് സ്കൂളുകൾ കണ്ടില്ലേ, ഹൈടെക് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇടിഞ്ഞു വീഴും. അതാണ് ഇപ്പം ശിവൻകുട്ടി സാറിൻ്റെ അഭിപ്രായത്തിൽ ഹൈടെക്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം കാട്ടിലോട്ടൊക്കെ പോയി ചുട്ടൊക്കെ തിന്നണം. ചുട്ടൊക്കെ തിന്നേണ്ടി വരും. ഇന്നലെയും ചുട്ട്, ഒരു പപ്പടം ചുട്ട്, ഞാൻ സത്യമായി പറയുന്നത്. അത് ശരി, പപ്പടം ചുട്ട് എണ്ണ വാങ്ങിക്കാൻ നിവർത്തിയില്ല. പെൻഷൻ്റെ പുറത്തൊക്കെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് പ്രയാസമാണ്. ഈ കേരളത്തിലെ തേങ്ങയെല്ലാം അവിടെ പോയി. അത് കർഷകരെ സഹായിക്കാനാണ് പറയുന്നത്. കർഷകരെ സഹായിക്കാനാന്ന് പറഞ്ഞാണ് ഈ തേങ്ങയുടെ വില കൂടി. അവർക്ക് നല്ലത് തന്നെ, എന്നാലും ബാക്കിയുള്ളവർക്കും ജീവിക്കണ്ടേ. കർഷകർക്ക് പിന്നെ നന്മ വരുന്നതിനകത്ത് എനിക്കും സന്തോഷമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ പോകുമ്പോൾ അതിന് വില അവർക്ക് ഗുണം കിട്ടും, പക്ഷെ നമുക്ക് മൊത്തത്തിൽ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ആവശ്യത്തിന് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിന് അതിഭയങ്കരമായ വില നമ്മളിൽ നിന്നാണ് സത്യത്തിൽ ഈടായി പോകുന്നത്. നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടിയല്ലോ. ഒരു വീട്ടമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് അതിൻ്റെ വില കൂടിയുണ്ട്? വലിയ ബുദ്ധിമുട്ട് നമുക്ക് വാങ്ങിക്കാനൊക്കെ. നമുക്ക് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വില കൂടി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വില കുറച്ചിറക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ എണ്ണ എന്താ ഇങ്ങനെ വില കൂടിയത് കാരണം എന്താണെന്ന് അന്വേഷിക്കണം. അതാ വേണ്ടത്. അല്ലെ ഇനി പെട്ടെന്ന് ഇത്ര വില കൂടി എങ്ങനെ സാധാരണക്കാരെ എങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കും? അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ എല്ലാ സാധനവും നമുക്ക് എണ്ണയില്ല, നമുക്കൊരു സാധനവും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പപ്പടം പൊരിക്കാനായാലും മീൻ വറുക്കാനായാലും നമ്മളിപ്പോൾ അത് എങ്ങനെ കഴിക്കും? നമ്മളിപ്പോൾ ഇച്ചിരി ശകലം എണ്ണയെങ്കിലും ഒഴിച്ചല്ലേ നമുക്ക് പാചകം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിന് പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കുക. പപ്പടവും മീനും ഒക്കെ ഇനിയിപ്പോൾ ചുട്ട് തിന്നേണ്ട ഒരു സ്ഥിതിവിശേഷം. ആദ്യം മനുഷ്യരിലേക്ക് തിരികെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. നമ്മൾ ചുട്ട് കഴിക്കുമായിരുന്നു. അന്ന് ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എണ്ണയില്ലാത്ത കാലം. ആ കാലഘട്ടത്തിലേക്ക് ഇനിയിപ്പോൾ ആ കാലത്തിലേക്ക് പോകണമെന്ന് പറയുമായിരിക്കും. സർക്കാർ പറയുന്നത് അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോൾ നേരത്തെ 150 ആയിരുന്ന സമയത്ത് 1 കിലോ എണ്ണയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് 150 ആയിരുന്നൊക്കെ സമയത്ത് 10 രൂപയ്ക്കായിരുന്നു തട്ടുകടയിലും ഒക്കെ പൊരിപ്പ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാനും അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ 450 ആയ സമയത്തും അതേ വില തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അവർ. തട്ടുകടയായാലും
അപ്പോൾ അതെന്താ എങ്ങനെയുള്ള എണ്ണയായിരിക്കും ഉപയോഗിക്കുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത്. അതൊരു ആരോഗ്യ വകുപ്പായാലും സർക്കാരിൻ്റെ ഭാഗത്തും ഒരു അന്വേഷണം ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തി ജനങ്ങൾക്ക് അവർക്ക് കറി വെച്ച് കഴിക്കാനും അല്ലെങ്കിൽ മത്സ്യം പൊരിച്ച് കഴിക്കാനോ ഒരു പപ്പടം പൊരിച്ച് കഴിക്കാനോ ഉള്ള ആ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് നമ്മൾ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ വീട്ടമ്മമാരായിട്ടുള്ള നിരവധി വനിതകളാണ്, സ്ത്രീകളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇതെങ്ങനെയാണ്, ഇതാരാണ്, ആരും ചോദിക്കാനില്ല. ഇതിനു വേണ്ടി ഈ സാധാരണക്കാര ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരു പാർട്ടിക്കാരെയും കാണുന്നില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. പെട്രോളും ഡീസലും മാത്രമേ എണ്ണയായിട്ട് കാണുന്നുള്ളൂ, ഈ വെളിച്ചെണ്ണ ആരും എണ്ണയായിട്ട് കാണുന്നില്ലേ? എന്തായാലും ജനങ്ങളുടെ ഈ എല്ലാ ദിവസവും ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കറി വെച്ച് കഴിക്കാൻ പോലും നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്കാണ് ഇത്രയും വലിയൊരു എണ്ണയ്ക്കാണ് വില കൂടിയിരിക്കുന്നത്. എന്താണ് കാരണം? ഇത്ര പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് അന്വേഷണം നടത്തട്ടെ. ഈ ആരാണ് തേങ്ങകൾ സ്വരൂപിച്ച് ഇത്തരം വിലക്കയറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്? ആ വിലക്കയറ്റത്തിൽ നിന്ന് മോചനം ഉണ്ടാക്കട്ടെ. ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള അവരാവശ്യത്തിന് ഈ എണ്ണകൾ മേടിച്ച് ഉപയോഗിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകട്ടെ. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.